ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്यै നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 6 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. ന ചൈതദ്വിദ്മഃ കദരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജീവിഷാമ തേവ സ്ഥിതാ പ്രമുഖേധാർത്തരാഷ്ട്രാഃ. ന ച ഏതദ്വിദ്മഃ കദരത് നഹ ഗരീയഃ യദ്വാ ജയേമ യദി വാനോ ജയേയുഃ യാൻ ഏവ ഹത്വാ ന ജിജീവിഷാമഃ തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. ന ച ഏതദ്വിദ്മഃ കദരത് ന ഗരീയഃ. ന ഏതദ്വിദ്മഃ, ഞങ്ങൾക്ക് അറിയില്ല ഭഗവാനെ ഏതാണ്. കദരത് ന ഗരീയഃ, നഹ ഞങ്ങൾക്ക്, കദരത് ഗരീയഃ അധികം ശ്രേഷ്ഠമായിട്ടുള്ള ഏതാണെന്ന്. ന ച ഏതത് വിദ്മഃ ഞങ്ങൾക്കറിയില്ല, അല്ലെങ്കിൽ എനിക്കറിയില്ല. യദ്വാ ജയേമ ഞങ്ങൾ ജയിക്കുന്നതാണോ നല്ലത്. യദി വാ നോ ജയേയുഹു യദി വാ നഹ ജയേയുഹു, അതോ ഞങ്ങൾ അവരാൽ തോൽപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവർ ഞങ്ങളാൽ ജയിക്കപ്പെടുന്നതാണോ നല്ലത്. യാൻ ഏവ ഹത്വാന ജീവിഷാമഹ, ആരെ ഹനിച്ചിട്ടാണോ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്തത്. തേ അവർ അവസ്ഥിതാഹ മുമ്പിൽ വന്ന് നിൽക്കുന്നു. പ്രമുഖേ നേരെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ധാർത്തരാഷ്ട്രാഹ, ആ ധൃതരാഷ്ട്ര പുത്രന്മാർ അല്ലെങ്കിൽ കൗരവന്മാർ നേരെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഒരുപക്ഷെ ഞങ്ങൾ ഈ യുദ്ധത്തിൽ ജയിച്ചേക്കാം, അല്ലെങ്കിൽ അവർ ഞങ്ങളെ ജയിച്ചേക്കാം. ഇതിൽ അധികം ശ്രേഷ്ഠം ഏതാണ് എന്ന് എനിക്കറിയില്ല ഭഗവാനെ. ഞങ്ങളാണെങ്കിലോ ഏതൊരു കൗരവരെ വധിച്ചിട്ടാണോ ജീവിക്കണം എന്ന് പോലും ആഗ്രഹിക്കാത്തത്, അപ്രകാരമുള്ള ആ കൗരവരിതാ വന്ന് മുൻപിൽ യുദ്ധസന്നദ്ധരായിട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയാം. എപ്പോഴും ഏത് കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുമ്പോഴും അതിനെല്ലാം നല്ലതും മോശമായതും ആയ 2 ഫലങ്ങൾ വന്നു ചേരും. ഇതിൽ ഏതാണ് ധർമ്മത്തിൻ്റെതായ മാർഗം എന്നറിയണമെങ്കിൽ ആ ധർമ്മത്തെ അനുസന്ധാനം ചെയ്യുന്ന ഒരു മനസ്സുണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു മോഷ്ടാവ് അയാളുടെ ഉപജീവനത്തിന് വേണ്ടി മോഷണം നടത്തുന്നു. ഒരിക്കലും അയാൾക്ക് ആ മോഷണം എന്ന് പറയുന്ന കർമ്മം അരുതാത്തതാണ് എന്ന് അറിയാത്തത് കൊണ്ടാണ് അയാളത് അനുഷ്ഠിക്കുന്നത്. രാമായണത്തിൽ നമുക്ക് വാൽമീകിയുടെ കഥ പറയുമ്പോൾ അവിടെ പൂർവാശ്രമത്തിലെ രത്നാകരൻ എന്നു പേരുള്ള ആ കാട്ടാളനെ നമുക്ക് ഉദാഹരിക്കാം. അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി നിരന്തരം പിടിച്ചു പറിച്ച് ജീവിക്കുന്ന ആളായിരുന്നു. പക്ഷേ അയാളുടെ ജന്മജന്മാന്തര ഭാഗ്യം ഒന്നുകൊണ്ടാവണം ഒരിക്കൽ സപ്തർഷികൾ അയാളുടെ മുൻപിൽ വരാനിടയായതും അവരിൽ നിന്നും എന്തെങ്കിലും ഗ്രഹിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി അവരുടെ മുൻപിലേക്ക് ഈ രത്നാകരൻ ചാടി വീണതും അവരുടെ കയ്യിൽ രത്നാകരൻ ആഗ്രഹിച്ചത് ഒന്നുമില്ലാതിരുന്നതും, എന്താണോ സപ്തർഷികളുടെ കയ്യിലുള്ളത് അത് രത്നാകരന് ഒട്ടും ആവശ്യമില്ലാത്തതുമാണ് എന്നുള്ള ബോധം അവിടെ ഉണ്ടാകുന്നു രത്നാകരന്. അപ്പോഴാണ് സപ്തർഷികളുടെ ഒരു ചോദ്യം, അല്ല രത്നാകര, നീ പ്രകാരം മോഷണവും പിടിച്ചുപറിയൊക്കെ ധാരാളം നടത്തുന്നു, നിൻ്റെ കുടുംബം പുലർത്തുന്നു. പക്ഷേ
അതിൽ നിന്ന് വന്നു ചേരുന്ന പാപഫലത്തെ അവർ കൂടെ നിൻ്റെ ഒപ്പം അനുഭവിക്കുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യമെല്ലാം രത്നാകരന് യാതൊരു സംശയവും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്രകാരം സപ്തർഷികൾ ചോദിച്ചപ്പോൾ അയാളുടെ മനസ്സിലൊരു സന്ദേഹമുണ്ടായി. ആ സന്ദേഹമാണ് ഒരുപക്ഷേ വാൽമീകിയുടെ മനസ്സിലേക്ക് വന്ന ഒരു തീപ്പൊരി. തൻ്റെ ലൗകിക ജീവിതം വിട്ട് ആധ്യാത്മികതയിലേക്ക് തിരിയുവാനുള്ള ഒരു തീപ്പൊരിയായിരുന്നു അത്. സപ്തർഷികളോട് ഇവിടെ കാത്തു നിൽക്കാൻ പറഞ്ഞിട്ട് തൻ്റെ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഞാനിങ്ങനെ നിരന്തരം പിടിച്ചു പറിച്ച് കൊണ്ടുവരുന്ന ധനം ഉപയോഗിച്ച് നിങ്ങളെല്ലാം ജീവിക്കുന്നുണ്ട്. അതിൽ നിന്ന് എനിക്ക് വന്നു ചേരുന്ന പാപങ്ങളുടെ ഫലവും നിങ്ങൾ ചേർന്ന് ഭുജിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് ഭാര്യ പറയുന്നു, അതൊന്നും എൻ്റെ വിഷയമേ അല്ല. നിങ്ങൾ എന്ത് ചെയ്ത് കൊണ്ടുവരുന്നുവെന്ന് എനിക്ക് പ്രശ്നമേ അല്ല. നിങ്ങളുടെ ധർമ്മമാണ് ഞങ്ങൾക്ക് വേണ്ട അന്നം കൊണ്ടുവന്ന് തരേണ്ടത്. അതെങ്ങനെ കിട്ടുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. നിങ്ങൾ കൊണ്ടുവന്ന് തന്നു കഴിയുമ്പോൾ ഞാൻ അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പോറ്റാൻ വേണ്ടത് ചെയ്യുക എന്നുള്ളതേ എൻ്റെ ധർമ്മമുള്ളൂ. അതുകൊണ്ട് എന്തെല്ലാം പാപഫലങ്ങൾ അങ്ങേക്ക് കിട്ടുന്നുണ്ടോ അതെല്ലാം അങ്ങ് തന്നെ അനുഭവിച്ചാൽ മതി, ഞങ്ങളോടൊന്നും പങ്കുവയ്ക്കാൻ വരണ്ട എന്ന് പറയുന്നു. അപ്പോഴാണ് തൻ്റെ അത്ര നാളെയും ഉണ്ടായിരുന്ന ആ കുകർമ്മങ്ങളുടെയൊക്കെ ഫലത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെട്ടുകൊണ്ട് രത്നാകരൻ സപ്തർഷികളുടെ മുമ്പിലെത്തുന്നത്. അപ്പോഴാണ് സപ്തർഷികൾ ഈ രത്നാകരനെ മോക്ഷമാർഗത്തിലേക്ക് എത്തുവാനായിട്ടുള്ള ഏറ്റവും ഉത്തമമായ മന്ത്രം രാമമന്ത്രം ഉപദേശിച്ചത്. പക്ഷേ ഈ രത്നാകരനെ തൻ്റെ കുകർമ്മങ്ങളാൽ സഞ്ചിതങ്ങളായ പാപഭാരം കൊണ്ട് രാമശബ്ദം ഉച്ചരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അതിനും പരിഹാരമായി സപ്തർഷികൾ പറഞ്ഞു, രാമ എന്ന് ജപിക്കേണ്ട, മര മര ഇതി അങ്ങനെ ജപിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ മര മര ജപിച്ച് അത് രാമ രാമ ശബ്ദമായി മാറി എന്നാണ്. അങ്ങനെ വളരെയധികം നാൾ ഈ പ്രകാരം ജപിച്ചു കൊണ്ടിരുന്ന ആ രത്നാകരൻ പിന്നീട് വാൽമീകിയായതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടെ ആ ധർമ്മബോധത്തിലേക്ക് എത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമുക്ക് സ്വയമേ വന്നു ചേരുന്നില്ലെങ്കിൽ അത് മറ്റൊരാളുടെ നിമിത്തത്താൽ, നമ്മളുടെ പൂർണ്ണജന്മാർജിത പുണ്യത്താൽ വന്നു ചേരും. അതിനും നമുക്കൊരു യോഗ്യത ഏതെങ്കിലും ജന്മത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സദാസമയവും കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ജാഗരൂകരായിരിക്കണം. ഉപനിഷത്തിൽ പറയുന്ന ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധത ക്ഷുരസ്യ ധാര നിശിതാ ദുരത്തെയ ദുർഗം പദസ്തത് കവയോ വദന്തി. ഉത്തിഷ്ഠത ഉണരുക, ജാഗ്രത ജാഗരൂകരായിരിക്കുവിൻ, പ്രാപ്യ വരാൻ നിബോധത അറിവുള്ളവരെ സമീപിച്ച് അറിവിനെ നേടുക. ക്ഷുരസ്യ ധാര നിശിത ദുരത്തെയ അത് അത്ര എളുപ്പമുള്ളൊരു മാർഗമൊന്നും അല്ല. പക്ഷെ എങ്ങനെയാണ് ഉപമിക്കുന്നത് എന്ന് വെച്ചാൽ, അത് ക്ഷുരകൻ്റെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറെ കത്തിയുടെ തലപ്പിലൂടെ നടക്കുന്നത് എത്ര ദുസ്സഹമാണോ അതുപോലെയാണ് ഈ അറിവുള്ളവരെ സമീപിച്ച് ജ്ഞാനം നേടിയെടുക്കുക എന്നത്. പക്ഷേ അസാധ്യമാണ് എന്നല്ല പറയുന്നത്. സാധിക്കാൻ വിഷമകരമാണ്, പക്ഷേ സാധിക്കും. അസാധ്യവും ദുസ്സാധ്യവും തമ്മിലുള്ള വ്യത്യാസവും അവിടെ പറയുന്നു. ഇവിടെ നമ്മളും മനസ്സിലാക്കിയെടുക്കേണ്ടത് മനസ്സിൻ്റെ ആ ധർമ്മബോധത്തിലേക്ക് എത്തുവാനായിട്ട് ആവശ്യമായ അറിവിനെ നേടിയെടുക്കണം എന്ന് തന്നെയാണ്. ഇവിടെ ഗുരുവായും ഒരു സഹോദരനായും അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായും ഒക്കെ കൂടെയുള്ള ഭഗവാനോട് തന്നെ ചോദിക്കുവാനുള്ള അവസരം അർജുനന് പ്രാപ്തമാകുന്നു എന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നചൈതദ്വിത്മക്കതിരന്നോ ഗരീയോ യദ്വാ ജയേമ യതി വാനോ ജയേയുഃ യാനേവ ഹത്വാ ന ജീവിഷാമഃ തേവസ്ഥിതാ പ്രമുഖേതാർത്തരാഷ്ട്രാഃ കാർപ്പണ്യദോഷോപഹതസ്വഭാവാഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യത്ശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം.
കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യത് ശ്രേയഃ സ്യാത് നിശ്ചിതം ബ്രൂഹി തദ് മേ ശിഷ്യഃ തേ അഹം ശാധി മാം ത്വാം പ്രപന്നം. കാർപ്പണ്യദോഷ ഉപഹത സ്വഭാവഃ, കാർപ്പണ്യം എന്നുള്ള ദോഷം ബാധിച്ച് സ്വഭാവത്തിന് വ്യത്യാസം വന്നിരിക്കുന്ന എന്നെ അഹം പൃച്ഛാമി, ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, ത്വാം അങ്ങയോട് ചോദിക്കുന്നു, ധർമ്മസമ്മൂഢചേതാഃ, ഇങ്ങനെ ധർമ്മം എന്തെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഞാൻ, ഇപ്രകാരം അസ്ഥാനത്തിലും യുക്തമല്ലാത്ത പാത്രത്തിലും ദയ തോന്നിയിരിക്കുന്ന ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ഭഗവാനെ, യത് ശ്രേയഃ, എന്തോന്നാണ് എനിക്ക് ശ്രേയസ്കരം, സ്യാത്, എനിക്ക് എന്ത് ശ്രേയസ്കരം ആകുമോ, തത്, അതിനെ, ബ്രൂഹി, പറഞ്ഞാലും, നിശ്ചിതം, ഉറപ്പാക്കിയിട്ട് പറഞ്ഞാലും. എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, കൃത്യമായിട്ട് എനിക്ക് എന്താകാം നല്ലത് എന്ന് ആലോചിച്ചുറപ്പിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരണം ഭഗവാനെ. എന്തുകൊണ്ടാണ് പറഞ്ഞു തരണം എന്ന് പറയുന്നത്? അഹം തേ ശിഷ്യ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ഭഗവാനെ. തന്നെയുമല്ല, ത്വാം പ്രപന്നം, അങ്ങയെ ശരണാഗതി പ്രാപിച്ചവനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ ശാധി മാം, എന്നെ ഉപദേശിച്ചാലും അല്ലെങ്കിൽ എന്നോട് ആജ്ഞാപിച്ചാലും അല്ലെങ്കിൽ ശാസിച്ചാലും എന്നാണ് അർജുനൻ പറയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ മറ്റുള്ളവരോട് ദയ തോന്നാറുണ്ട്. പക്ഷേ ആ ദയ അർഹിക്കുന്നവരിലേ തോന്നാവൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആദതായികളായിരിക്കുന്ന ഈ കൗരവരോട് ദയ തോന്നുക എന്ന് പറഞ്ഞാൽ അതൊരു കാർപ്പണ്യ ദോഷമാണ് എന്നാണ് പറയുന്നത്. അസ്ഥാനത്ത് തോന്നുന്ന ദയയാണ്. അവരർഹിക്കാത്ത ആളുകളാണ്. അങ്ങനെയുള്ളവരോട് എന്തിനാണ് ദയ തോന്നുന്നത്? അതാണ് ഈ കാർപ്പണ്യം എന്നുള്ള വാക്കുകൊണ്ട് ഇവിടെ സമർത്ഥിക്കുന്നത്. അങ്ങനെ കാർപ്പണ്യദോഷം ബാധിച്ചു കഴിഞ്ഞിട്ട് ഏതാണ് ധർമ്മം അല്ലെങ്കിൽ ഏത് കർമ്മമാണ് ധർമ്മത്തിന് നിരക്കുന്നതാകുന്നത് എന്നറിയാതെ വിഷമിക്കുന്ന എന്നെ ഏതൊന്നാകാം യുക്തമായത് എന്ന് ചിന്തിച്ചുറപ്പിച്ചിട്ട്, അല്ലയോ ഭഗവാനെ, എന്നെ ഉപദേശിച്ചാലും, ഞാൻ അങ്ങയുടെ ശിഷ്യനല്ലേ, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചവനല്ലേ, എന്നെ വേണ്ട വിധത്തിൽ ശാസിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശാസിച്ചാലും എന്ന് പറയുമ്പോൾ പണ്ടെല്ലാം സ്കൂൾ ക്ലാസ്സുകളിൽ അധ്യാപകർ കുട്ടികളെ ചൂരലൊക്കെ ഉപയോഗിച്ച് തല്ലുക പതിവുണ്ടായിരുന്നു. പിന്നീട് ഇടക്കാലം കൊണ്ട് അതെല്ലാം നിയമം മൂലം നിരോധിക്കുകയൊക്കെ ചെയ്തിരുന്നു. ചില അധ്യാപകർക്ക് വളരെ ദുസ്സഹമായ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടതായൊക്കെ വന്നിട്ടുണ്ട് ഈ ചൂരൽ പ്രയോഗം കൊണ്ട്. പക്ഷേ ഇപ്പോൾ അടുത്തിടയ്ക്ക് കോടതി അതിന് അനുകൂലമായ ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുന്നു. അധ്യാപകർക്ക് വേണമെങ്കിൽ കുട്ടികളെ ശിക്ഷിക്കാം, ചൂരൽ വെച്ച് തല്ലുകയൊക്കെ ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരിക്കുന്നു. നമ്മൾ നമ്മളുടെ ബാല്യകാലത്തെക്കുറിച്ചൊന്ന് ഓർക്കണം. ഈ അവസരത്തിൽ നമ്മൾ ഒരുപക്ഷെ ഏതെങ്കിലും വിഷയം പഠിക്കാൻ കൂടുതൽ താല്പര്യം എടുത്തിട്ടുണ്ടെങ്കിൽ ആ അധ്യാപകരൊക്കെ മിക്കവാറും ചൂരൽ പ്രയോഗം ചെയ്തിട്ടുള്ളവരാണ്. കാരണം ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ആ വിഷയങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ള ബോധമൊന്നും നമുക്കുണ്ടാവണമെന്നില്ല. പക്ഷേ പഠിക്കുന്ന ആ വിഷയം നമുക്ക് ഭാവിയിലേക്ക് മുതൽക്കൂട്ടാകും എന്ന് തിരിച്ചറിയുന്ന അധ്യാപകരാണ് നമ്മളെ അത് പഠിക്കാനായിട്ട് നിർബന്ധിക്കുന്നതും അതിനായിട്ട് ശാസിക്കുന്നതും. ആ ശാസന തൽക്കാലം നമുക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെടാമെങ്കിലും പിൽക്കാലത്ത് നമ്മളുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു അനുഗ്രഹമായി തന്നെ നിലകൊള്ളും എന്നതാണ് വാസ്തവം. ഇവിടെ അർജുനനും ലോകഗുരുവായ ഭഗവാനിൽ നിന്നാണ് ഈ ധർമ്മബോധം സ്വീകരിക്കാനുള്ള അവസരം ലഭിക്കുന്നത്. എല്ലാ ധർമ്മങ്ങളും അറിയുന്ന ഭഗവാന് എന്താണ് അർജുനന് ഏറ്റവും യുക്തമായിരിക്കുന്നതെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ ഒരു വേദി ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. തന്നെയുമല്ല,
ആ ഭഗവാനോടുള്ള അർജുനൻ്റെ അടുപ്പം പറയുന്ന അഹം ശിഷ്യഃ തേ, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് ഭഗവാനെ, തന്നെയുമല്ല ത്വാം പ്രപന്നം, ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നവൻ കൂടിയാണ്, വെറും ശിഷ്യൻ മാത്രമല്ല. ഇപ്പോൾ അധ്യാപകനായാലും വിദ്യാർത്ഥി ആയാലും അവിടെയെല്ലാം അവരുടെ ഞാൻ എന്ന ഭാവം ഉണ്ടെങ്കിൽ പലപ്പോഴും വിദ്യാഭ്യാസം ശുഭകരമാവില്ല. വിദ്യാർത്ഥിക്ക് പൂർണ്ണമായും അധ്യാപകരിൽ നിന്ന് കിട്ടുന്നതെല്ലാം അമൃതാണെന്ന് സങ്കല്പിക്കുന്നവർക്ക് ആ വിദ്യ കൊണ്ട് ശോഭയുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഭാവിയിൽ അവർക്കത് പ്രയോജനപ്പെടുകയുള്ളൂ. അല്ലാതെ അധ്യാപകൻ പറഞ്ഞത് തെറ്റാണ്, ഞാനാണ് ശരി എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും അധ്യാപകന് അറിയാവുന്ന പല വിദ്യകളും ആ വിദ്യാർത്ഥിക്ക് ഉപദേശിക്കപ്പെടണമെന്നില്ല. നഷ്ടം വരുന്നത് തീർച്ചയായും വിദ്യാർത്ഥിക്ക് തന്നെയാണ്. ഇവിടെയും ഭഗവാന്റെ ശിഷ്യനാണെന്ന് പറയുന്നു, ഭഗവാനെ ശരണം പ്രാപിച്ചവനാണെന്നെല്ലാം പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല ഭഗവാനെ, എനിക്ക് എല്ലാം അങ്ങ് ഉപദേശിച്ചു തരണം എന്നുള്ള ആ അപേക്ഷയെ, ഒരു ശരണാഗതൻ്റെ അപേക്ഷയെ ഒരിക്കലും ഭഗവാന് തിരസ്കരിക്കാനാവില്ല എന്ന്. നമുക്ക് മഹാഭാരതം നോക്കിക്കഴിഞ്ഞാൽ അതിൽ പല കഥാപാത്രങ്ങളും ഇപ്രകാരമുള്ള ശരണാഗതി അടയുന്നവരുണ്ട്. അവരെ ഒരിക്കലും ഭഗവാൻ കൈവിട്ടിട്ടുമില്ല എന്ന് നമുക്ക് വ്യക്തമായി കാണാം. അത് കൗരവ രാജധാനിയിൽ വെച്ചിട്ട് നടക്കുന്ന ആ ദ്രൗപദി വസ്ത്രാക്ഷേപ രംഗത്ത് ദ്രൗപദിയുടെ നെഞ്ചുപൊട്ടിയുള്ള കൃഷ്ണ എന്നുള്ള വിളിയാണെങ്കിലും, അല്ലെങ്കിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന സമയത്ത് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രവുമായിട്ട് പാഞ്ഞടുക്കുന്ന ഉത്തരാഗർഭത്തെ ലക്ഷ്യമാക്കി ആ പരീക്ഷത്തിനെ വധിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിലാണെങ്കിലും അവിടെ ഉത്തരയുടെ ദീനരോധനത്തിന് മുമ്പിൽ ഭഗവാൻ എത്രയും പെട്ടെന്ന് അവരെ സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ശരണാഗതി എന്ന് പറയുന്നത്. ശരണാഗതി അടയുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കാനായിട്ട് ഭഗവാന് കഴിയില്ല. അതാണ് ഭഗവത് ധർമ്മം. ഈ ഭഗവത് ധർമ്മത്തെക്കുറിച്ചൊക്കെ ശരശയിൽ കിടക്കുന്ന ഭീഷ്മപിതാമഹൻ ധർമ്മപുത്രർക്ക് ഉപദേശിക്കുന്നും കൂടിയുണ്ട്. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് നേരിട്ട് അറിയാനുള്ളൊരു അവസരം ലഭിക്കുന്ന അർജുനൻ, ആ അർജുനനിലൂടെ ഈ ഉപദേശങ്ങൾ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാൻ സഞ്ജയൻ വഴി നമുക്കും ഒക്കെ സാധിക്കുന്നു എന്നുള്ളത് നമ്മുടെയും കൂടി ജന്മാന്തര പുണ്യമായിട്ടാണ് കരുതേണ്ടത്. കാർപ്പണ്യദോഷോപഹതസ്വഭാവാ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേതാ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം നഹി പ്രപശ്യാമി മമാപനുദ്യാത് യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം നഹി പ്രപശ്യാമി മമ അപനുദ്യാത് യത് ശോകം ഉച്ഛോഷണം ഇന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നം ഋദ്ധം രാജ്യം സുരാണാം അപി ച ആധിപത്യം. നഹി പ്രപശ്യാമി, ഞാൻ കാണുന്നില്ല ഭഗവാനെ. എന്താ കാണാത്തത്? മമ അപനുദ്യാത് യത് ശോകം, എൻ്റെ ഈ ശോകത്തെ കെടുത്തുവാനുള്ള ഉപായം ഞാൻ കാണുന്നില്ല. എങ്ങനെയുള്ള ശോകമാണ്? ഉച്ഛോഷണം ഇന്ദ്രിയാണാം, എൻ്റെ സർവ ഇന്ദ്രിയങ്ങളെയും തളർത്തിക്കളയുന്ന ഈ ശോകത്തെ ഇല്ലായ്മ ചെയ്യാൻ, അതിനെ ശോഷിപ്പിക്കാൻ ഉള്ള ഉപായം ഞാൻ കാണുന്നില്ല ഭഗവാനെ. അതോ അവാപ്യ ഭൂമൗ അസപത്നമൃദ്ധം, ഞാനിഞ്ചി എന്തൊക്കെ തന്നെ നേടിയാലും, ഈ ഭൂമിയെ നേടിയാലും, അസപത്നം ശത്രുക്കൾ ഇല്ലാത്ത ഒരു രാജ്യത്തെ നേടിയാലും, ഋദ്ധം വളരെ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യം നേടിയാലും, രാജ്യം സുരാണാം അപിച്ച ആധിപത്യം, ഇനി സാക്ഷാൽ ദേവലോകം തന്നെ കിട്ടും എന്നിരിക്കെ പോലും എൻ്റെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ തളർത്തിക്കളയുന്ന ഈ ശോകത്തെ നിവാരണം ചെയ്യാനുള്ള ഒരു മാർഗത്തെ എനിക്ക് കാണാൻ കഴിയുന്നില്ല ഭഗവാനെ. അർജുനൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയെക്കുറിച്ചാണ് ഭഗവാനോട് അറിയിക്കുന്നത്. ഒരുപക്ഷെ യുദ്ധം ചെയ്ത് ജയിച്ച് എനിക്ക് രാജ്യം ലഭിച്ചു എന്ന് കരുതാം, ഐശ്വര്യസമൃദ്ധമായ രാജ്യവും
ശത്രുക്കളൊന്നുമില്ലാത്ത രാജ്യവും ഒക്കെ ലഭിച്ച് അത് ദേവന്മാർക്ക് പോലും അപ്രാപ്യമായിരിക്കുന്ന അത്ര സമ്പൽ സമൃദ്ധമായ രാജ്യം കിട്ടും എന്ന് വന്നാൽ പോലും എൻ്റെ ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ തളർത്തിക്കളയുന്നതായ ഈ ശോകം, ഈ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ഒരു മാർഗം കാണാനേ കഴിയുന്നില്ല ഭഗവാന്. നമ്മൾ എന്തു തന്നെ നേടിയാലും നമുക്ക് നിരന്തരം അല്ലെങ്കിൽ തീരാത്ത ദുഃഖമാണ് എല്ലാ കാലവും അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ ആ നേട്ടങ്ങൾ കൊണ്ടെല്ലാം ഒരു പ്രയോജനവുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇത്രയും വലിയ നേട്ടങ്ങൾ, ലൗകികമായ സുഖസൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് വന്നാൽ തന്നെയും എല്ലാ ദിവസവും സന്തോഷമായി ജീവിച്ചു പോകാനായിട്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ഏറ്റവും വലിയ ധനികൻ അയാളാണ്. മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോഴെല്ലാം ഹസ്തിനപുരിയിൽ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം അവിടെ ഭഗവാൻ തങ്ങിയിരുന്നത് വിതുരരുടെ വീട്ടിലായിരുന്നു. വളരെ ആഡംബരങ്ങൾ നിറഞ്ഞതായ ഹസ്തിനപുരിയിൽ ഒരിക്കലും അദ്ദേഹം അന്തിയുറങ്ങിയിട്ടില്ല. അങ്ങനെ അവിടെ നിൽക്കേണ്ടതായ സാഹചര്യം വന്നാൽ തന്നെയും അത് വിതുരരുടെ ഭവനത്തിൽ നിൽക്കാറുള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒരിക്കൽ ദുര്യോധനൻ ചോദിക്കുന്നുമുണ്ട്, അങ്ങ് ഈ ഹസ്തിനപുരിയിൽ വന്നിട്ട് എന്തുകൊണ്ട് എൻ്റെ ആതിഥ്യം സ്വീകരിക്കുന്നില്ല എന്ന്, എൻ്റെ അന്നം ഭുജിക്കുന്നില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അവിടെ ഭഗവാൻ കൊടുക്കുന്ന മറുപടി വളരെ വിചിത്രമാണ്. അദ്ദേഹം പറയുന്നത് 2 അവസരങ്ങളിലാണ് ഒരാൾ മറ്റൊരാളിൽ നിന്ന് അന്നം സ്വീകരിക്കുക. ഒന്ന്, ആതിഥേയൻ വളരെ സ്നേഹത്തോടു കൂടി സൗഹാർദ്ദത്തോട് വിളിച്ച് സൽക്കരിക്കുന്നു. ആ സമയത്ത് അതിഥി ആതിഥ്യം സ്വീകരിക്കുന്നു. രണ്ടാമത്തേത്, ഇവർ തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ അപ്പോഴും അവരുടെ ആതിഥ്യം സ്വീകരിക്കാം. ശ്രീകൃഷ്ണ ഭഗവാന് ദുര്യോധനനുമായിട്ട് ഈ പറഞ്ഞ 2 ബന്ധങ്ങളുമില്ല. ഭഗവാന്റെ സുഹൃത്തുമല്ല ദുര്യോധനൻ, അത്രയ്ക്ക് നല്ല ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ ആ ആതിഥ്യം സ്വീകരിക്കാതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും തളർത്തിക്കളയുന്നതായ ഒരു ശോകം അർജുനനെ ബാധിച്ചിരിക്കുകയാണ്. തൻ്റെ എല്ലാ കർമ്മകുശലതയെയും ഇല്ലാതാക്കുന്ന ഒരു ദുഃഖമാണ് അർജുനനിപ്പോൾ വന്നുപെട്ടിരിക്കുന്നത്. അതിന് പകരമായിട്ട് എത്ര ഭൗതികമായി സമൃദ്ധമായ രാജ്യമോ ഇല്ലെങ്കിൽ സ്വർഗലോകം തന്നെ കിട്ടിയാൽ പോലും ഈ ശോകത്തെ കളയാനായി സമമായ യാതൊരു ഉപായവും കാണുന്നില്ല എന്നാണ് അർജുനൻ പറയുന്നത്. നഹി പ്രപശ്യാമി മമാപനുദ്യാൻ യച്ഛോകമുച്ഛോഷണമിന്ദ്രിയാണാം അവാപ്യ ഭൂമൗ അസപത്നമൃദ്ധം രാജ്യം സുരാണാമപി ചാധിപത്യം. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഏവം ഉക്ത്വാ ഹൃഷീകേശം ഗുഡാകേശഃ പരം തപഃ നയോത്സ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. ഏവം ഉക്ത്വാ ഹൃഷീകേശനോട് ഇപ്രകാരം പറഞ്ഞിട്ട്, ഹൃഷീകേശൻ, ഹൃഷീകങ്ങൾ ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന ഈശ്വരൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇപ്രകാരം പറഞ്ഞിട്ട്, ഗുഡാകേശഃ പരം തപഃ, ഗുഡാകേശൻ നിദ്രയെ ജയിച്ചവൻ, പരന്തപ പരാൻ താപയതി ഇതി പരന്തപ, മറ്റുള്ളവരെ തപിപ്പിക്കുവാൻ കഴിവുള്ളവൻ. അപ്പോൾ നിദ്രയെ ജയിച്ചവനും മറ്റുള്ളവരെ തപിപ്പിക്കുവാൻ കഴിവുള്ളവനുമായ ആ അർജുനൻ ഇപ്രകാരം ശ്രീകൃഷ്ണ ഭഗവാനോട് പറഞ്ഞു. എന്നിട്ട് ന യോത്സ്യ ഇതി ഗോവിന്ദം, ഞാൻ
യുദ്ധം ചെയ്യുന്നില്ല എന്ന് ആ ഗോവിന്ദനോട് ഭഗവാനോട് ഉക്തുവ പറഞ്ഞിട്ട് തൂഷ്ണീം ബഭൂവഹ മിണ്ടാതിരുന്നു, മൗനിയായിരുന്നു. അപ്പോൾ തൻ്റെ വാദഗതികളെല്ലാം ഭഗവാന്റെ മുമ്പിലേക്ക് നിരത്തിക്കൊണ്ട് അർജുനൻ ഞാൻ യുദ്ധം ചെയ്യാനായിട്ട് സന്നദ്ധനല്ല, എൻ്റെ സർവ്വ ഇന്ദ്രിയങ്ങളും തളർന്നിരിക്കുന്നു, വായൊക്കെ വറ്റി വരണ്ടു പോകുന്നു, ഗാണ്ഡീവമാണെങ്കിൽ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നു, ഈ ഒരവസ്ഥയിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുകൂടി തറപ്പിച്ച് പറഞ്ഞുകൊണ്ട് മൗനിയായിട്ട് ആ തേർത്തട്ടിൽ അർജുനൻ ഇരുന്നു എന്നാണ് പറയുന്നത്. സഞ്ജയ ഉവാച ഏവമുക്ത്വാ ഹൃഷീകേശം ഗുഡാകേശ പരം തപഃ നയോസ്യ ഇതി ഗോവിന്ദം ഉക്ത്വാ തൂഷ്ണീം ബഭൂവഃ. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിദം വചഃ. തം ഉവാച ഹൃഷീകേശഃ പ്രഹസൻ ഇവ ഭാരത സേനയോഃ ഉഭയോഃ മധ്യേ വിഷീദന്തം ഇദം വചഃ. തം ഉവാച, തം അയാളോട്, അവനോട്, ഉവാച പറഞ്ഞു, ഹൃഷീകേശഃ ഋഷികങ്ങളുടെ നാഥനായിരിക്കുന്ന, ഇന്ദ്രിയങ്ങളുടെ നാഥനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ അയാളോട് പ്രഹസൻ ഇവ ഭാരത മന്ദഹസിച്ചും കൊണ്ട് പറഞ്ഞു. ഭാരത എന്നുള്ളത് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനെ അഭിസംബോധന ചെയ്യുന്ന വാക്കാണ്. സേനയോഹോ ഉഭയോഹോ മധ്യേ, രണ്ട് സേനകളുടെയും മധ്യത്തിൽ വിഷീദന്തം വിഷാദിച്ചുകൊണ്ട് നിൽക്കുന്ന അർജുനനോട് ഇദം വചഃ ഇപ്രകാരമുള്ള വാക്കിനെ ഉവാച പറഞ്ഞു. രണ്ട് സൈന്യത്തിനെയും നടുക്കായിട്ട് ഇപ്രകാരം വിഷാദിച്ചു കൊണ്ട് നിൽക്കുന്ന അർജുനനെ നോക്കിയിട്ട് ചെറുമന്ദഹാസത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ ഇദം വചഃ ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. രണ്ട് സേനയും യുദ്ധസജ്ജരായിട്ട് നിൽക്കുകയാണ്. യുദ്ധം തുടങ്ങുവാനുള്ള ശംഖനാദങ്ങളും മറ്റുള്ള വാദ്യഘോഷങ്ങളൊക്കെ മുഴങ്ങിക്കഴിഞ്ഞു. ഇതിനിടയിൽ പരസ്പരം ആർത്തട്ടഹസിച്ചുകൊണ്ട് ആക്രമിക്കുവാൻ ഒരുങ്ങുന്ന സൈന്യത്തിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ഇപ്രകാരം ഉള്ള വിഷാദവും ഒക്കെ അർജുനനിൽ വന്നു ചേർന്നത് കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ചെറിയ മന്ദഹാസത്തോടുകൂടി അർജുനനോട് ഇപ്രകാരമുള്ള വാക്കുകളെ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകം മുതലാണ് ശ്രീമദ് ഭഗവത്ഗീത ഉപദേശത്തിലേക്ക് കടക്കുന്നത്. ഇത്രയും സമയം ഭഗവാൻ ഈ ഗീതോപദേശത്തിന് ഉപയുക്തമായിരിക്കുന്ന ഒരു വേദിയെ സജ്ജമാക്കുകയായിരുന്നു. ഇത്രയും പറയുമ്പോഴേക്കും അർജുനൻ്റെ മാനസികാവസ്ഥ പൂർണ്ണമായും തകർന്ന നിലയിൽ യുദ്ധം സാധ്യമേ അല്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഗീതോപദേശം തുടങ്ങുന്നത്. തമുവാച ഹൃഷീകേശ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വചഃ. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതം അവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.